ഒന്നും മിണ്ടാതെ സുഗീത്. ഓർഡിനറി സംവിധാനം ചെയ്ത സുഗീതിൽ നിന്ന് ഇത്തരമൊരു സിനിമ ആരും തന്നെ പ്രതീക്ഷിച്ചു കാണില്ല. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ കൂടിയാക്കാതെ പഴയ കുപ്പിയിൽ തന്നെ. അല്പം മന്ദമെങ്കിലും സുഖകരമായൊരു ശൈലിയിൽ കഥ പറഞ്ഞാണ് ചിത്രത്തെ അല്പമെങ്കിലും ശ്രദ്ധേയമാക്കിയത്. 1982 റിലീസ് ചെയ്ത ആലോലം എന്ന ചിത്രത്തിന്റെ കഥ അതേപടിയെടുത്ത് അന്ത്യത്തിൽ ചില മാറ്റങ്ങൾ വരുത്തി പുതിയ ചിത്രമാക്കി. ഈ സിനിമയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ചിത്രം സംവിധാനം ചെയ്തതെന്ന് എഴുതി കാണിക്കാനുള്ള സാമാന്യ മര്യാദ സംവിധായകൻ കാണിച്ചത് തന്നെ മഹാകാര്യം. ഭരത് ഗോപി, നെടുമുടി വേണു, KR വിജയ എന്നിവർ വേഷമിട്ട ആലോലം ഒരു ചെറിയ ഗ്രാമീണ അവിഹിത കഥയാണ്. ഇവിടെ മേനോൻ എന്ന വെറ്റിനറി ഡോക്ടർ, സച്ചിദാനന്ദൻ എന്ന കൃഷി ഓഫീസറായി ജയറാം, ഭാര്യ ശ്യാമയായി മീര ജാസ്മിനും, വഴിതെറ്റിക്കാൻ വരുന്ന സുഹൃത്ത് ഗൾഫുകാരൻ ജോസായി മനോജ് കെ ജയനും വേഷമിടുന്നു. നാട്ടിലെ മികച്ച കൃഷി ഓഫീസറും കർഷകരുടെ ഉറ്റമിത്രവുമായ സച്ചിയും ഭാര്യ ശ്യാമയും മകൾ കുഞ്ചു, ബേബി അനഘയും അടങ്ങുന്ന സന്തുഷ്ട കുടുംബം. സദാസമയം ബുള്ളറ്റിലാണ് സച്ചിയുടെ യാത്ര. ഭാര്യയ്ക്കും മകൾക്കുമൊപ്പം ബുള്ളറ്റിൽ വരുമ്പോൾ ഒരു ദിവസം പഴയ കൂട്ടുകാരനെ കാണുന്നു. സ്ത്രീ വിഷയത്തിൽ തൽപരനാണ് ജോസ്. സച്ചിയുടെ ഓഫീസിലെ വനിതാ ജീവനക്കാരിയെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അയാൾ വളച്ചെടുക്കുന്നു. ഭർത്താവ് വിദേശത്തുള്ള അവളെയും കൊണ്ട് ഒരു ദിവസം അയാൾ ഹോട്ടലിൽ താമസിക്കുന്നു. ജോസിന്റെ ഈ കഴിവിൽ സച്ചിക്ക് ചെറിയൊരു താല്പര്യം. അങ്ങനെയാണ് ജോസിൽ അയാൾ വീഴുന്നത്. പത്മരാജന്റെ തൂവാനത്തുമ്പികൾ എന്ന ചിത്രത്തിലെ നായകൻ ജയകൃഷ്ണൻ ക്ലാരയെ കൊണ്ടുപോകുന്നത് പോലെ ആരും അറിയാതെ മറ്റൊരു ക്ലാരയെ കൊണ്ടുപോകാൻ അയാൾ സച്ചിയോട് പറയുന്നു. ക്ലാരയെയും കൊണ്ട് ഹോട്ടലിൽ മുറിയെടുത്തപ്പോഴാണ് സച്ചിക്ക് കുടുംബം ഓർമ്മ വരുന്നത്. ഒടുവിൽ അയാൾ ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെടുന്നു. പക്ഷേ പെട്ടെന്ന് പെട്ടിയെടുത്തു പോരുമ്പോൾ ക്ലാരയുടെ അടിവസ്ത്രം അയാളുടെ പെട്ടിയിലാകുന്നു. അത് സച്ചിയുടെ ഭാര്യ ശ്യാമ വീട്ടിലെത്തി കാണുന്നു. അതോടെ സച്ചിയുടെ കുടുംബം തകരുകയാണ്. ശ്യാമ സച്ചിയോട് സംസാരിക്കാതെയായി. അയാൾ വീട്ടിൽ ഒറ്റപ്പെടുന്നു. ഈ സമയം ക്ലാര അയാളെ പിന്തുടർന്ന് ഓഫീസിൽ വരുന്നു. എല്ലാറ്റിനും കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് ജോസും കൈയൊഴിയുന്നു. സഹിക്കാനാവാതെ സച്ചി ഒരു ദിവസം നാടുവിടുകയാണ്. ഒടുവിൽ സച്ചിയുടെ സഹോദരൻ ലാലു അലക്സ് എല്ലാം പരിഹരിക്കാനായി ഇറങ്ങിത്തിരിക്കുന്നതാണ് ചിത്രം. ജയറാമും മീര ജാസ്മിനും ആദ്യമായിട്ടാണ് ജോഡികളായി അഭിനയിക്കുന്നത്. എങ്കിലും താരജോഡികൾ എന്ന നിലയിൽ ഇരുവരെയും പ്രേക്ഷകർ അംഗീകരിച്ചു കഴിഞ്ഞു. ജയറാമിൽ നിന്ന് നാം പതിവായി പ്രതീക്ഷിക്കുന്നത് മാത്രമേ ഈ ചിത്രത്തിലും ഉള്ളൂ. ഒന്നും മിണ്ടാതെ എന്ന പേര് ശരിക്കും ചേരുന്നത് നായികയായ മീര ജാസ്മിനാണ്. സിനിമയിൽ അല്പം മാത്രമേ നായിക സംസാരിക്കുന്നുള്ളൂ. ക്ലാര എന്ന റോസായി എത്തിയ സരയു ചെറിയ വേഷമാണെങ്കിലും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതിസുന്ദരമായ ദൃശ്യങ്ങൾ വിരസമായ പല രംഗങ്ങളെയും മറികടക്കുന്നുണ്ട് എന്നതിനാൽ ഛായാഗ്രാഹകൻ ഫൈസൽ അലി തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്നു. പാലക്കാടൻ കാഴ്ചയുടെ ഭംഗി ഫൈസൽ നന്നായി പകർത്തിയെടുത്തിട്ടുണ്ട്. ആവർത്തന വിരസമായ പ്രമേയമാണെങ്കിലും ഒരു ക്ലീൻ ഫാമിലി എന്റർടൈനർ എന്ന രീതിയിൽ ഈ ചിത്രം കാണാമെന്നല്ലാതെ സുഗീതിൽ നിന്നും കൂടുതൽ പ്രതീക്ഷിച്ച് ചിത്രം കാണാനെത്തിയാൽ നിരാശയാകും ഫലം. ഓരോ പ്രധാന വാർത്തയും ഇന്ത്യ ക്ലിപ്സിലൂടെ അറിയാൻ ഞങ്ങളുടെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും അംഗമാകും.